മക്കളെ ഈ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഭയങ്കര രസമാണ്. ഓൾക്ക് ഇപ്പൊ എന്താ രാവിലെ കുളിച്ചൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് പോയാൽ മതിയല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് എന്താ, പ്രയാസം എന്താന്നുള്ളവർ കാണുന്നവർക്ക് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും മനസ്സിലാവില്ല. ഓളെ കയ്യിൽ ഇപ്പൊ കുറെ പൈസ ഉണ്ടാവും, ഓള് ജോലിക്ക് പോവല്ലേ, ഓൾക്ക് നേരം പോക്കിനും ഒരിതായി വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മുഷിയൂലല്ലോ, നമ്മളെ മാരില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ പറയും. ഈ പറഞ്ഞ ഞാനങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർ ജോലിക്ക് പോകുമ്പോൾ നമ്മളും അത് ചിന്തിച്ചില്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ജോലിക്ക് പോകാൻ. സത്യം പറഞ്ഞ വേറൊരു മാർഗം ഉണ്ടെന്ന് ഞാൻ പോയി പണിക്കോക്ക് സത്യമായിട്ട്. കാരണം ₹1 നമ്മളെ കയ്യിൽ സാലറി കിട്ടുന്ന സമയത്ത് അതാ വീണ് വരണക്കാളും സ്പീഡിലാണ് സാലറി നമ്മളെ കയ്യിൽ ചിലവായി പോണേ. നമ്മളെ കാര്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ പോലും നമ്മൾക്ക് പൈസ ഉണ്ടാവില്ല. എന്താ ചെയ്യാ, അപ്പം നമുക്ക് എവിടുന്നാന്ന് അറിയില്ല ബുദ്ധിമുട്ടുകൾ വരുന്നത്. അവിടെ പൈസ ചെലവ്, ഇവിടെ പൈസ ചെലവ്. എന്താ പറയാ, സത്യം പറഞ്ഞാൽ അതൊരു സുഖമുള്ള പരിപാടിയല്ല. രാവിലെ നീച്ച് വീട്ടിലുള്ള പണികളൊക്കെ കഴിച്ച് കുട്ടികളെ സ്കൂൾക്ക് മദ്രസക്ക് പറഞ്ഞയക്കലും ഈ അപ്പോതിനുള്ള സമയം 9:00 പോകാനുള്ള നമ്മൾക്ക് 9:45 നമ്മൾ പണി ചെയ്യണമെങ്കിൽ. എന്നിട്ട് അവിടെ ചെന്ന് പഞ്ചിങ് ചെയ്യണ സമയത്ത് നമ്മളെ സാലറി കട്ടിങ്, മാനേജർമാരെ ചീത്ത, ഇതൊക്കെ കേൾക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ ഓടിയെത്തിയാലാ വീട്ടിൽ കുറേ പണികൾ വീണ്ടും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ മാനസികപരമായിട്ട് നമ്മൾ ആകെ തളരും. നിങ്ങളാരെങ്കിലും ഇനി പണിക്ക് പോകണം എന്ന് ആഗ്രഹിക്കണവരാണെന്നുണ്ടെങ്കിൽ പൊന്നാന മക്കളെ വേണ്ട. ഇതിൻ്റെ ബുദ്ധിമുട്ട് പോയോർക്കറിയാം. ശമ്പളം നമുക്ക് മാസം മാസം കിട്ടും. പക്ഷെ ആ മാസം ശമ്പളം കിട്ടുന്ന ഒരാഴ്ച വേണ്ട, 2 ദിവസം പൈസ അതാ പോണ്. സേവിങ്സ് ചെയ്യാം, അങ്ങനെ ചെയ്യാതൊക്കെ നമ്മൾ പ്ലാനിങ്ങുകളുണ്ട്. പക്ഷെ ഒരു പ്ലാനിങ് നടക്കൂല. ഇതിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ അതേ അനുഭവം ഉള്ളവർ ഇവിടെ വരിക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.